ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. 2025 അവസാന നാളുകളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. 2026 നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം വീഡിയോ ചെയ്യുവാനും പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനും അതിലെല്ലാം വിജയം വരിക്കുവാനും സ്വർഗീയ പിതാവ് എന്നെ സഹായിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ എന്നോട് കൂടെ ഇരുന്നു. ചില ശുശ്രൂഷകളെല്ലാം വെളിപ്പെട്ട് വരുവാനും ചെയ്യുവാനും ഒക്കെ ദൈവം കൃപ തന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് മുതൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അത് ഇപ്പോൾ 20 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ആ വീഡിയോ തയ്യാറാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. എല്ലാവരും അത് തുടർച്ചയായിട്ട് കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. അനേക ദേവദാസന്മാരുടെ അവരുടെ ശേഖരത്തിൽ നിന്നും എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നതുമായിട്ടും ഉള്ള കാര്യങ്ങൾ, വചനത്തിൽ കൂടി ലഭിച്ചതായിട്ടുള്ള അറിവുകൾ എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വളരെ അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ തയ്യാറാകുമല്ലോ. അങ്ങനെ ദൈവം എല്ലാ നിലയിലും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കോണം ഇടയാകട്ടെ. അഭിഷേകം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അനേക ആളുകളിലും വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും സംശയങ്ങൾ ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് അഭിഷേകം. കാരണം ഓരോ മതത്തിലും ഓരോ സഭയിലുമുള്ള ആളുകൾ ഓരോ രീതിയിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് അത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായ ഒന്നായിട്ട് ഇരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും ദുഃഖിപ്പിക്കുന്ന നിലയിലേക്ക് അതിൻ്റെ മെസ്സേജുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അഭിഷേകം എന്നാൽ എന്താണ്? അഭിഷേകത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ഒരുവനാണോ? അഭിഷേകം എങ്ങനെ പ്രാപിക്കാം? അഭിഷേകം പ്രാപിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ അഭിഷേകത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിലെ അഭിഷേകവും പുതിയ നിയമത്തിലെ അഭിഷേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ അഭിഷേകത്തെക്കുറിച്ച് വായിക്കുവാൻ തക്കവണ്ണം അറിയുവാൻ തക്കവണ്ണം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ഉടനെ അവനെ ആളയച്ചു വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. അപ്പോൾ ഒരു തൈലക്കൊമ്പിലെ തൈലമെടുത്ത് ഒരു വ്യക്തിയുടെ തലയിൽ ഒഴിക്കുമ്പോൾ ആ എണ്ണയാൽ ആ തലയിൽ ഒരു കിരീടം ഉണ്ടാവുകയാണ്. അത് നമുക്ക് കാഴ്ചയാൽ അത് കാണാനായിട്ട് കഴിയുകയില്ല. ഒരു കിരീടം അവിടെ വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്. എന്തിനാണ് ഒരു കിരീടം? കിരീടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു രാജാവിനെ കിരീടം അണിയിക്കുമ്പോൾ ആ രാജാവിനെ ഒരു പരമോന്നത നീതിപീഠത്തിന്റെ അധിപതിയായിട്ട് വാഴിക്കുകയാണ്. അവനിൽ അധികാരമുണ്ട്, അവൻ ശക്തിയുണ്ട്, അവൻ പറഞ്ഞാൽ അനുസരിക്കണം. അപ്പോൾ ഒരു അധികാര കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഈ കിരീടം എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള കിരീടമല്ല. ഇത് ഒരു എണ്ണ കൊണ്ടുള്ള ഒരു കിരീടമാണ്. ഈ എണ്ണ ഊറ്റപ്പെടുമ്പോൾ അവന്റെ മേൽ ഒരു കിരീടം ഉണ്ടായി വരികയാണ്. അവിടെ 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ശൗലിനെ അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു. യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ശുശ്രൂഷ ദൈവത്താൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ലോകത്തിലുള്ള കിരീടങ്ങളെല്ലാം വെക്കുന്നത് ലോകത്തിലുള്ള ആളുകളാണ്. എന്നാൽ ഈ അഭിഷേകം എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അനോയിന്റിങ് നടക്കണമെങ്കിൽ അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ മേൽ ദൈവദാസന്മാരെ അല്ലെങ്കിൽ അതിന് ശുശ്രൂഷിക്കപ്പെട്ട നിയമിക്കപ്പെട്ട ആളുകൾ മുഖാന്തരം എണ്ണ ഒഴിച്ച് അത് ചെയ്യുന്ന ശുശ്രൂഷയാണ്. 1 ശമൂവേൽ 10-ന്റെ 6-ാമത്തെ വാക്യം. അഭിഷേകം അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആൾ മാറിയതുപോലെയായി. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവൻ അധികാരങ്ങൾ ലഭിക്കുന്നു, പദവികൾ ലഭിക്കുന്നു. അപ്പോൾ അവൻ ആൾ മാറിയ ഒരുവനെ പോലെ ആകുന്നു. പിന്നീട് നമുക്കറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ ശൗല് പ്രവചിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് പ്രവചിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അഭിഷേകം ലഭിച്ച എല്ലാ ആളുകളും പരിശുദ്ധന്മാരാണോ വിശുദ്ധന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം അഭിഷേകം ലഭിച്ചിട്ടും വീണുപോയ പല ആളുകളെയും നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ശിംശോൻ അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദലീലയുടെ അടുക്കൽ പോയി അവന്റെ അഭിഷേകം അവൻ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ ശൗൽ അനോയിന്റിങ് അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ മന്ത്രവാദിയുടെ അടുക്കൽ പോയി അവന്റെ മരണം അതിദാരുണമായ നിലയിലായി പോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതിഭയങ്കരമായ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ലൂസിഫർ. കോടാനുകോടി ദൂതന്മാർക്ക് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കോണം ദൈവം തിരഞ്ഞെടുത്ത വളരെ അനോയിന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ലൂസിഫർ. എന്നാൽ അവനും വീണുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വീണുപോയ ആളുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായേക്കാം. അഭിഷേകം ലഭിച്ചാൽ വീണു പോകുമോ? അങ്ങനെ നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അഭിഷേകം ലഭിച്ച ആളുകൾ വീണുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ലേവ്യ പുസ്തകം 21 അധ്യായത്തിന്റെ 12 വാക്യം, വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം കിരീടം അവന്റെ മേലിരിക്കുന്നു. ഒരു ലേവ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിഷേകം ലഭിച്ച ഒരുവനായതുകൊണ്ട് അവൻ ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. അവൻ വിശുദ്ധിയോടെ നടക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുവാനായിട്ട് അവന് പാടില്ല. ഞാൻ കർത്താവാകുന്നു, ദൈവം പറയാണ് ഞാൻ കർത്താവാകുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുവിൻ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത്, അഭിഷേകം ലഭിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായ രീതിയാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു പ്രത്യേക രീതിയാണ്. ആ നാളുകളിൽ ലേവ്യരെ അഭിഷേകം ചെയ്തു. അതാണ് ബൈബിളിൽ നാം 133 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ അഹരോനെ അഭിഷേകം ചെയ്തതിനെ കുറിച്ച് പറയുന്ന കാര്യം അവിടെ നമുക്ക് വായിക്കാൻ. അഹരോന്റെ തലയിലെ അഭിഷേകം അവന്റെ തലയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്കും താടിയിലേക്കും ആ അഭിഷേക തൈലം ഒഴുകുന്നതായിട്ട് അവിടെ പറയുന്നു. അപ്പോൾ ഒരു എണ്ണ മൂലം ലഭിക്കുന്ന ഒരു കിരീടമാണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള. അതിനെ നമുക്ക് നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനൊന്നും സാധിക്കുകയില്ല. അത് അവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവം തൻ്റെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഒരുത്തിൻ്റെ മേൽ അഭിഷേക തൈലം ഊറ്റപ്പെടുന്നത്, അഭിഷേക തൈലം ഒഴിക്കുന്നത്. പഴയ നിയമത്തിൽ എല്ലാവർക്കും ആ നാളുകളിൽ ഇത് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 5 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പോൾ അഹരോനെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു. അങ്ങനെയുള്ളവരുടെ മേൽ വീഴുന്ന ഒരു അടയാളമാണ്, ഒരു കിരീടമാണ് ആ ഒരു അഭിഷേകം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവർക്കെല്ലാം ലഭിച്ച ഈ കിരീടം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നും ഉള്ളതല്ല, തങ്കം കൊണ്ടൊന്നും ഉള്ളതല്ല, മുത്തുകൾ പതിപ്പിച്ചതൊന്നുമല്ല. അത് സാധാരണ രീതിയിൽ അതൊരു അഭിഷേക തൈലം, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ചില സുഗന്ധ കൂട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത വിശേഷപ്പെട്ട ഒരു തൈലം അവരുടെ തലയിൽ ഒഴിക്കുമ്പോൾ അത് അവരുടെ മേൽ ഒരു അഭിഷേകം വീഴുകയാണ്. അത് കണ്ണിന് കാണാത്ത ഒരു രാജ്യഭരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ പറയുന്നത് നാം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്, അല്ലെ? അവിടെ നമുക്ക് അത് കാഴ്ചയാൽ അത് ലഭിക്കുന്ന ഒന്നല്ല, അത് വിശ്വാസത്താലാണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ ശമൂവേൽ ഒരു പ്രവാചകനാണ്, ഒരു നല്ല പ്രവാചകനാണ്. അവന്റെ വചനം എല്ലായിടത്തും മുഴങ്ങിച്ചെന്ന ഒരു ദൈവം വളരെ പ്രയോജനപ്പെടുത്തിയ ഒരു ദൈവഭൃത്യനാണ് ശമൂവേൽ പ്രവാചകൻ. എന്നാൽ ഈ ശമൂവേൽ പ്രവാചകൻ പോലും താൻ കാഴ്ചയിൽ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്താൽ ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. അവൻ ഇശായുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തലേന്ന് ദൈവം വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഇശായിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ശൗല് അഭിഷേകത്തിൽ നിന്ന് വീണുപോയി. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇശായുടെ മക്കളിൽ ഒരുവനെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു, നീ തൈലപാത്രം എടുത്ത് അങ്ങോട്ട് പോകണം. അപ്പം പറഞ്ഞു, അയ്യോ എനിക്ക് ശൗലിനെ പേടിയാണ്, അവൻ എന്നെ കൊല്ലും. എന്നാൽ ശമൂവേൽ ഒരു യാഗം കഴിക്കുവാനായിട്ട് അവിടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇശായുടെ വീട്ടിൽ ചെന്നു. ഇശായുടെ വീട്ടിൽ ചെന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഇശായുടെ മക്കളെല്ലാം കൂട്ടി വരുത്താനായിട്ട് പറഞ്ഞു, എനിക്കൊരു യാഗമുണ്ട്, പന്തിയിലിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂട്ടിവരുത്തി. മൂത്ത മകൻ ഏലിയാബ് വന്നങ്ങ് നിന്നു. നല്ല ആരോഗ്യമുള്ള, നല്ല പേഴ്സണാലിറ്റിയുള്ള, പട്ടാളത്തിലെ അവിടെ ജോലി ചെയ്യുന്ന ആ രാജാവിൻ്റെ തന്നെ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ ശമൂവേലിന് മനസ്സിലായി, ഇവൻ തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവൻ. അവന് നല്ല ആരോഗ്യമുണ്ട്, അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവന് നല്ല യുദ്ധം ചെയ്യുവാനുള്ള നല്ല കഴിവുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായിട്ട് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇവൻ തന്നെയാണെന്ന് ശമൂവേൽ തീരുമാനിച്ച് അവന്റെ തലയിൽ അഭിഷേകം തൈലം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നീ കണ്ണിന് കാണുന്നത് പോലെ അവനെ തിരഞ്ഞെടുക്കണ്ട, ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. 7 പേരെയും, ദാവീദിന്റെ ഇശായുടെ 7 മക്കളെയും ശമൂവേലിന്റെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തി. ദൈവം പറഞ്ഞു, ഇവരുടെയൊക്കെ ഹൃദയം എനിക്ക് നന്നായിട്ട് അറിയാം, ഇവരൊന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല, ഇവരൊന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല, നീ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്, ഞാൻ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നവരാണ്. അവിടെ ഒരുത്തൻ കാട്ടിലുണ്ട്, ഒരുത്തൻ ഇനിയും വരാനുണ്ട്, അവൻ കാട്ടിലാണ് എന്ന് ശമൂവേലിനോട് പറഞ്ഞപ്പോൾ ശമൂവേൽ ചോദിച്ചു, നിന്റെ മക്കൾ എല്ലാവരും ആയില്ലേ? ഇല്ല, ഇനി ഒരുവനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ വയ്ക്കാൻ പോയിരിക്കും, അവൻ ആ വീട്ടിൽ വലിയ വിലയൊന്നുമില്ല, അവന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അവന്റെ ജോലി ഇടയന്റെ ജോലിയാണ്. ബാക്കിയുള്ള ഇശായുടെ മക്കളെല്ലാം നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്.
അപ്പോൾ അവിടെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ശമൂവേലോ അല്ല ഇശായി ഒന്നും ആ മക്കളെ അല്ലാതെ ദാവീദിനൊന്നും വിളിച്ചില്ല. കാരണം ദാവീദിന് അത് ലഭിക്കാൻ പോകുന്നില്ല. ഇശായിയുടെയും ശമൂവേലിന്റെ ഒക്കെ കാഴ്ചപ്പാടുകളിൽ അത് ലഭിക്കാൻ സാധ്യതയില്ല. അതിന് യോഗ്യത അവർ കാണുന്നത് ലോകപ്രകാരമുള്ള യോഗ്യതകളാണ്. അപ്പോൾ അഭിഷേകം ലഭിച്ചു എന്ന് പറയുന്നത് കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇശായിയോട് പറഞ്ഞു, നിന്റെ മക്കളെല്ലാവരും ആയില്ലേ? ഇല്ല, ഇനി ഒരുവനുണ്ട്, അവൻ കാട്ടിലാണെന്ന് പറഞ്ഞു. അവനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുവരുമ്പോൾ ഇനി ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയപ്പോഴാണ് നമ്മൾ ആദ്യമേ വായിച്ച ആ വേദഭാഗം. അവൻ പവിഴ നിറമുള്ളവനും അവൻ അങ്ങനെ ഉടനെ അവനെ ആളയച്ചു വരുത്തി. അതിന്റെ 1 ശമൂവേൽ 16:12-13. ഉടനെ അവനെ ആളയച്ചു വരുത്തി, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. അപ്പൊ ദൈവം ഒരുവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി ഒരുവനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഒരുത്തിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, ഫാമിലി സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല, ഒരുത്തിന്റെ സമൂഹത്തിലുള്ള നിലയും നോക്കിയിട്ടല്ല, ആരോഗ്യമുള്ളവന്റെ ശരീരം കണ്ടിട്ടല്ല, ഏതെങ്കിലും കളരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയോധന കലയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരുവനെ നോക്കിയിട്ടല്ല. ദൈവം ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ഹൃദയത്തെ നോക്കിയിട്ടാണ്. ലോകപ്രകാരമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അത് വളരെ ഒരുത്തന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കിയിട്ടാണ്. അവിടെ ദാവീദിൽ ഒരു മനുഷ്യനെ ദൈവം കണ്ടു, ദാവീദിൽ ഒരു രാജാവിനെ ദൈവം കണ്ടു. ദാവീദിന്റെ ഹൃദയം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കാട്ടിൽ ആടിനെത്തിക്കുന്ന സമയത്തെല്ലാം ദൈവത്തെ സ്തുതിച്ചും പാട്ടുപാടിയും നടക്കുന്ന ഒരുവനായിരുന്നു ദാവീദ്. ആ ദാവീദിനെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവന്റെ തലയിലേക്ക് അഭിഷേക തൈലം ഒഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് സ്വർണം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ മുത്ത് പതിപ്പിച്ചതോ ഒന്നും ആയിരുന്നില്ല. അത് ജസ്റ്റ് ഒരു ഓയിൽ, ഒരു പ്രത്യേകമായ നിലയിൽ തയ്യാർ ചെയ്തെടുത്ത ഒരു എണ്ണ. ആ എണ്ണ അവന്റെ തലയിൽ ഒഴിച്ചപ്പോൾ അവിടെ ഒരു കിരീടം വരികയാണ്. ഒരു കിരീടം അവന്റെ തലയിൽ, ദാവീദിന്റെ തലയിൽ ഒരു കിരീടം ഉണ്ടാവുകയാണ്. അഭിഷേകം എന്നത് കണ്ണുകൾക്ക് കാണുന്ന മാതിരി ഒരു കിരീടമായിട്ട് നാം എടുക്കുവാനായിട്ട് പാടില്ല. അത് വിശ്വാസത്താൽ അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കിരീടം അവന്റെ മേൽ വെച്ചപ്പോൾ അപ്പോൾ തന്നെ അവൻ രാജാവായില്ല. പക്ഷേ ആ ഓയിൽ അവന്റെ തലയിൽ വന്നപ്പോൾ അവന് ഒരു പദവി, ഒരു അധികാരം, ഒരു ശക്തി എല്ലാം അവന് വന്നു. അവന്റെ മേൽ ഒരു ശക്തി ലഭിച്ചു. ഒരു രാജാവിന്റെ മേൽ കിരീടം ഇരുന്നാൽ അവൻ അധികാരവും ശക്തിയും ഇരിക്കും, ഇല്ലേ? ഒരു രാജാവ് ഒരു കൽപ്പന കൊടുത്താൽ ജനങ്ങള് അല്ലെങ്കിൽ പട്ടാളക്കാരെല്ലാം അനുസരിക്കണം. യുദ്ധത്തിന് പോകാൻ പറഞ്ഞാൽ യുദ്ധത്തിന് പോകണം, ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഇന്ന് ചെയ്യണം. ഒരു അധികാരം ലഭിച്ച രാജാവിന്റെ മേൽ ഒരു കിരീടം ഇരുന്നാൽ ആ രാജാവ് പറയുന്ന കൽപ്പനകൾ അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും അനുസരിക്കണം. എന്നാൽ ആ കിരീടം രാജാവിന്റെ തലയിൽ വെക്കുമ്പോൾ ആ കിരീടത്തിന്മേൽ വലിയ അധികാരവും പദവിയുമുണ്ട്. ഇവിടെ തലയിൽ തൊപ്പി വെച്ച് യൂണിഫോം ധരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു വണ്ടി കൈ കാണിച്ച് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട്, ശക്തിയുണ്ട്. ഇതുപോലെ ഈ ദാവീദിന്റെ മേല് ഈ എണ്ണ കൊണ്ട് അത് നമുക്ക് കാണാനായിട്ട് കഴിയുകയൊന്നുമില്ല. ഒരു കിരീടമാണെന്ന് അത് കാണാനായിട്ടൊന്നും കഴിയില്ല. പക്ഷെ ദൈവമാണത് ചെയ്യുന്നത്, ദൈവമാണത് തിരഞ്ഞെടുക്കുന്നത്. ആ എണ്ണ അവന്റെ തലയിൽ ഒഴിച്ചപ്പോൾ അവന് ശക്തിയും അധികാരവും ലഭിച്ചു. അവൻ അന്ന് തന്നെ രാജാവായില്ലെങ്കിലും അവന് ശക്തിയും അധികാരവും ലഭിച്ചു. അവൻ പ്രത്യേകമായ ചില നിലകളിലേക്ക് അവൻ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ പിന്നീട് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചു കൊണ്ടുവന്ന ഗോലിയാത്തിനെ താഴെ വീഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരുവന്റെ മേലിരുന്ന അഭിഷേകമാണ് 40 ദിവസം രാവും പകലും വെല്ലുവിളിച്ച് ഗോലിയാത്തിനെ തറപറ്റിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഇസ്രായേൽ ജനം മുഴുവൻ ഭയന്ന്, ശൗൽ രാജാവടക്കം ഭയന്ന് പിന്മാറിയപ്പോൾ ഒരു ബാല്യച്ചെറുക്കൻ, ഒരു ഇടയച്ചെറുക്കൻ വന്നിട്ട് ഒരു കവണയിൽ ഒരു കല്ലെടുത്ത് ആ വലിയ ഉയരമുള്ള മല്ലനായ ഗോലിയാത്തിനെ തറപറ്റിച്ചു. അവരെല്ലാം തോൽപ്പിക്കുന്നത് അവന്റെ ശത്രുക്കളെല്ലാം തോൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ഒരു രാജാവായി, ഒരു ജയാളിയായിട്ട് അവൻ മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. അവൻ സ്തുതിക്കുന്നവനായിട്ട് മാറി. അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനായിട്ട് മാറി. ദൈവത്തെ എല്ലാ കാര്യത്തിലും അവൻ അന്വേഷിക്കുന്നവനായിട്ട് തീർന്നു. എന്ത് കാര്യത്തിലും അവൻ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് തുടങ്ങി. അവൻ താഴ്മയുള്ളവനായിട്ട് മാറി. തെറ്റുപറ്റിയപ്പോൾ ഒരിക്കലും ശൗലിന്റെ പോലെ ന്യായീകരിക്കാനായിട്ട് അവൻ നിന്നില്ല. അവൻ തന്നെത്താൻ തെറ്റേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ താണു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവൻ ദൈവത്തെ കിന്നരത്തോടെ സ്തുതിച്ചു. അവൻ കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേലുള്ള അശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി. അപ്പോൾ അവൻ ആ കിന്നരത്തിൽ അനോയിന്റിങ് ഇല്ല, അനോയിന്റിങ് ഇരിക്കുന്നത് ദാവീദിന്റെ മേലാണ്. അപ്പോൾ ആ കിന്നരം വായിക്കുമ്പോൾ, ആ അഭിഷേകമുള്ള ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകമുള്ള ഒരുവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അഭിഷേകമുള്ള ഒരുവൻ പാട്ട് പാടുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. അഹങ്കാരത്തിന് വേണ്ടി പറയുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരുന്ന് ഒറ്റയ്ക്കാണ്, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം എൻ്റെ ഇടത്തും വലത്തുമുള്ള വീട്ടിലെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്ര ഉറക്കെയൊന്നും പ്രാർത്ഥിക്കില്ല, ഞങ്ങൾക്ക് ഭയം വരുന്നു എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, ഞാൻ പിന്നീട് വളരെ ശബ്ദം കുറച്ച് അവർക്കൊരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ, ഒരാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച എന്തുമാത്രം ഒച്ച ഉണ്ടാകും, എങ്കിലും അത് അവർക്ക് ഭയം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അഭിഷേകം എന്ന് പറയുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ അതിന്മേലുണ്ട്, അതിനകത്ത് ശക്തിയുണ്ട്. അത് പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. അഭിഷേകമുള്ള ഒരുവൻ തൻ്റെ കയ്യിലെ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് മാറി. അഭിഷേകമുള്ള ഒരുവൻ പുതപ്പും മടക്കിയെടുത്ത് അടിച്ചപ്പോൾ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. അഭിഷേകമുള്ള ഒരുവൻ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഏലീശയുടെ കയ്യിലിരുന്ന പുതപ്പാണോ അഹരോന്റെ കയ്യിലിരുന്ന വടിയാണോ പവർഫുൾ? ആ വടിയിലും ആ പുതപ്പിലുമായിരുന്നില്ല, ശക്തി അഭിഷേകത്തിലായിരുന്നു. ദൈവം വെച്ച ആ കിരീടം, ആ എണ്ണ കൊണ്ടുള്ള ആ കാണാൻ പറ്റാതിരുന്ന ആ ഒരു സംസ്കാരം, ആ ഒരു കിരീടം, അവന്റെ തലമേലിരുന്ന ആ കിരീടത്തിന്മേൽ അനോയിന്റിങ്, അഭിഷേകമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ തലയിൽ ഒഴിക്കുന്ന എണ്ണ ഒരു അടയാളം മാത്രമാണ്. ആ തൈലം വിശേഷപ്പെട്ട ഒരു കൂട്ടാണ്, അത് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്, അത് ഒരു അടയാളം മാത്രമാണ്. ഈ എണ്ണ 2 ദിവസം കഴുകുമ്പോൾ തലയെല്ലാം നമ്മൾ കുളിച്ചിട്ട് കഴുകുമ്പോൾ ആ എണ്ണ പോകും. അതിന് സ്മെല്ല് വേണമെങ്കിൽ അത് വിശേഷപ്പെട്ട ഒരു സുഗന്ധമാണ്. ആ സ്മെല്ല് വേണമെങ്കിൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നിന്ന് എന്ന് വന്നേക്കാം. എന്നാൽ അത് കുറേശ്ശെ ആ എണ്ണയെല്ലാം മാറിപ്പോകും. പക്ഷെ ഒരു കിരീടം അവിടെ വെക്കപ്പെട്ടു. അത് കാഴ്ചയാൽ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ദൈവികമായ ഒരു അധികാരവും ശക്തിയും ആ കിരീടത്തിന്മേൽ വന്നു എന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതൊരു അടയാളമാണ്. അത് കാഴ്ചയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ്. യെരുശലേം ദേവാലയത്തിൽ അവിടെ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു, പൊൻവെള്ളി പാത്രങ്ങൾ. ഈ പാത്രങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തതായിരുന്നു. അതിനകത്ത് വേറെ യാതൊരു കാര്യം, അവിടെ ഒരു സ്പൂൺ പോലും മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം അഭിഷേകം ചെയ്യപ്പെട്ട പാത്രങ്ങളായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ദേവാലയം പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള പൊൻവെള്ളി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി. ആ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ കാളയെ പോലെ പുല്ലു തിന്നുന്ന അവസ്ഥയിലേക്ക് മാറ്റി അവൻ മഞ്ഞും മഴയും കൊണ്ട് രാജഭരണത്തിൽ നിന്ന് നീക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. തൻ്റെ സ്വന്തം മകനായിരുന്ന ബെൽഷസ്സർ ഇതെല്ലാം കണ്ടതാണ്. ഈ സംഭവങ്ങളെല്ലാം തൻ്റെ പിതാവിന് സംഭവിച്ചതായിട്ടുള്ള ദുരിതവും ദുഃഖങ്ങളും എല്ലാം അവൻ കണ്ടതാണ്. ഈ ദൈവത്തിന് നേരെ നിന്നത് നിമിത്തം അവരനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ അവൻ മനസ്സിലാക്കിയതാണ്. എന്നാൽ നെബൂഖദ്നേസറിന് ശേഷം ബെൽഷസ്സർ രാജാവായപ്പോൾ അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം അതിനേക്കാൾ വലുതായി തീർന്നു. അവൻ പറഞ്ഞു, യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവന്റെ വെപ്പാട്ടിമാരും അതിനകത്ത് മദ്യമൊഴിച്ച് കുടിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്താണ് സംഭവിച്ചെന്നറിയാവോ? അവിടെ ഭിത്തിയിലേക്ക് ഒരു കൈ വന്നു. ആ കൈ വന്നിട്ട് ഇങ്ങനെ എഴുതി, മെനെ മെനെ തെക്കൽ ഊഫർസീൻ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായിട്ട് കണ്ടു. അന്ന് രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതൊരു വ്യക്തിയാകട്ടെ, അത് ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട ചില വസ്തുക്കളാകട്ടെ, ഒരു സ്പൂൺ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അഭിഷേകത്തെക്കുറിച്ച് ലോകത്തിന് അറിയില്ല, ലോകത്തിന് അത് ലഭിക്കാനും പോകുന്നില്ല. ദൈവം ഉപയോഗിക്കാൻ പോകുന്നവന്റെ മേലാണ് അഭിഷേകം വരുന്നത്, അഭിഷേകത്തൈലം ഊറ്റപ്പെടുന്നത്. അഭിഷേകം ഒരു പദവിയാണ്, അതൊരു അധികാരമാണ്, അതൊരു ചുമതലയാണ്, അതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. വേർതിരിക്കപ്പെട്ട ഒന്ന്, ദൈവത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ട ഒന്നാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, ഒരു വെള്ള യൂണിഫോം. ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലായിരിക്കും, ഓരോ കളറിലായിരിക്കും. വിദേശ രാജ്യങ്ങളൊക്കെ വേറെ പല കളറുകളിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ പലയിടത്തും വെള്ള കളറുകളിലാണ്. അപ്പോൾ നേഴ്സുമാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, പോലീസുകാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, പട്ടാളക്കാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, എയർഫോഴ്സിന് ഒരു യൂണിഫോം ഉണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന സ്കൂളിലെ ടീച്ചേഴ്സിന് യൂണിഫോം ഉണ്ട്, സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം ഉണ്ട്, ഓരോരുത്തർക്കും ഒരു യൂണിഫോം ഉണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ആധാർ കാർഡ് ഉണ്ട്, അല്ലേ? നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ ആ വണ്ടിക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവന്മേൽ വീഴുന്ന ഒന്നാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് എല്ലാം കാഴ്ചയാലല്ല, അത് വിശ്വാസത്താലാണ് അത് അറിയുവാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകം മുഴുവൻ വായിച്ചാലും, വേദപുസ്തകം 10, 20, 30 പ്രാവശ്യം മുഴുവൻ കാണാപ്പാഠം പഠിച്ചാലും ഒരുവൻ അഭിഷേകം ലഭിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം പഴയ നിയമത്തിൽ അഭിഷേകം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു കിരീടമാണ്, അത് കാണാൻ കഴിയാത്ത ഒന്നാണ്. രാജാക്കന്മാർക്ക് ലഭിക്കുന്ന കിരീടം ഭയങ്കര വിലയേറിയതാണ്. എന്നാൽ
അത് കോടികൾ വരെ വിലമതിക്കുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഒരു പൗരന് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് അത് കാണാനായിട്ട് പഴയ നിയമത്തിൽ സാധിക്കില്ല. ലേവ്യ പുസ്തകം 21 അധ്യായത്തിന്റെ 12 വാക്യം, വിശുദ്ധ മന്ദിരം വിട്ട് ഇറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും ചെയ്യരുത്. അതായത് ലോകപ്രകാരം അങ്ങനെയുള്ള വ്യക്തി ജീവിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കേണ്ട ഒരുവനാണ്. അവൻ ലോകത്തിലുള്ള പലതും ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാണ് അത് നമുക്ക് നടക്കുന്നതെന്ന് നമുക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം പ്രത്യേകമായിട്ട് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, നിയമപ്പെട്ടവൻ കൊണ്ടുവരുമ്പോൾ ആ കാളവണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കാള വിരണ്ടപ്പോൾ ഉസ്സ എന്ത് ചെയ്തു? നിയമപ്പെട്ടകം താഴെ പോകാതിരിക്കാൻ അതിനെ കൈകൊണ്ട് പിടിക്കാനായിട്ട് നോക്കി. അവിടെ ഉസ്സ മരിച്ചു വീണു. ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാൽ നടത്തപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ കയറി ദൈവ നിയോഗമില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യാൻ പോയാൽ മരണത്തിലേക്ക് അത് പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. പഴയ നിയമത്തിലെ അഭിഷേകം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നെടുത്ത ചില പ്രത്യേകമായ കൂട്ടുകൾ കൊണ്ട് സുഗന്ധ തൈലം ഉണ്ടാക്കി അങ്ങനെയാണ് അഭിഷേക തൈലം ഉണ്ടാക്കി ഒരുവന്റെ മേൽ വെക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന രാജാവായിട്ട്, പുരോഹിതനായിട്ട്, പ്രവാചകനായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം ചെയ്യുന്ന ഒരു അഭിഷേകമാണ് പഴയ നിയമത്തിലെ അഭിഷേകം എന്ന് പറയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഈ അഭിഷേകം അത് നിർമൂലമാക്കി കളഞ്ഞ, അതിനെ ഗണിക്കാതെ പോയ, അതിനെ അവഗണിച്ച് കളഞ്ഞ ശൗലിന്റെ അവസ്ഥ വളരെ മോശമായി തീർന്നു നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവൻ മന്ത്രവാദികളെ തേടിപ്പോയി. ഒരു കാലത്ത് മന്ത്രവാദികളെ മാറ്റിക്കളഞ്ഞ അവൻ മന്ത്രവാദികളെ അന്വേഷിച്ചു പോയി. മന്ത്രവാദികളെ അന്വേഷിച്ച് പോയതിന്റെ ഫലമായിട്ട് അവന്റെ തല വെട്ടപ്പെടുകയും, അതുകൊണ്ടല്ല പിന്നീട് സംഭവിച്ചത്, ആ തല വെട്ടപ്പെടുകയും ആ തല അവർ വന്ന് വിഗ്രഹങ്ങളുടെ മുൻപിൽ എടുത്തു വയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അഭിഷേകം ഒരു വ്യക്തിയിൽ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭവമാണ്. അത് ഒരു 200, 300 അല്ലെങ്കിൽ ഒരു 20,000, 30,000 രൂപ ഒരാൾ കൊണ്ടു നടക്കുന്നതും കോടികളടങ്ങിയ ഒരു വലിയ ബാഗ് കൊണ്ടു നടക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ ഒരുവന് അഭിഷേകം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്താൽ ലഭിക്കുന്ന ഒന്നാണ്. അത് ദൈവികമായ ഒരു അധികാരമാണ്, ദൈവികമായ ഒരു ചുമതലയാണ്. അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനി പുതിയ നിയമത്തിൽ എങ്ങനെയാണ് അഭിഷേകം, പഴയ നിയമത്തിലെ അഭിഷേകവും പുതിയ നിയമത്തിലെ അഭിഷേകവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം, പഠിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ നീ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളെ ചുറ്റി പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ വചനം മുഴങ്ങിച്ചെല്ലണം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഇത് അർഹതപ്പെട്ട എല്ലാ വ്യക്തികളെയും കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് നിയോഗിക്കപ്പെട്ട അങ്ങയുടെ ദാസന്മാരെ കാത്തുകൊള്ളണമേ കർത്താവേ. ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവേ. അടിയനെയും അങ്ങ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. വിശേഷാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ടും അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. തുറന്നും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവകൃപ ധാരാളമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എല്ലാ ഞങ്ങൾക്ക് വേണ്ടി ജീവമിച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ ക്ലാസ്സുകൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഉണ്ടാവുകയില്ല. ആഴ്ചയിൽ 1, 2, 3 അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ. ദൈവാനിലയിലൊക്കെ നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേകർക്ക് അത് പ്രയോജനകരമായി തീരട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം അത് കാരണമായി തീരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.